അത് അയാൾ പറയണതാണ് രസം. ജമ്മു കാശ്മീർ ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് പിടിച്ചടക്കും, അങ്ങനെ ഒരു ദിവസം വരും, ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു യുദ്ധം വരുന്ന സമയത്ത് ഇന്ത്യയിലെ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളെ മാത്രം മാറ്റി നിർത്തി ബാക്കി എല്ലാവരെയും ഞങ്ങൾ കൊല്ലും എന്നാണ് അയാൾ ആ കമന്റിൽ പറയണത്. വളരെ വ്യക്തമായിട്ട് അയാളിപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് പോലെയോ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ പോലെയോ പറയണതാണെങ്കിൽ ഓക്കെ, ഇതല്ല, അയാൾ അത് ചെയ്യും, അല്ലെങ്കിൽ അയാളുടെ കൂട്ടത്തിലുള്ളവരാണ് ഇതൊക്കെ ഈ ചെയ്യുന്നതല്ല എന്റെ ആളുകളാണ് അല്ലെങ്കിൽ സ്വന്തം ആളുകളാണെന്നുള്ള രീതിക്കാണ് ഈ സനൂഫ് എന്ന് പറയുന്ന വ്യക്തി കമന്റ് ചെയ്തിരിക്കുന്നത്. ആ കമന്റ് ഒക്കെ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ദേഷ്യം, വെറുപ്പ് എന്നുള്ളതിനപ്പുറത്തേക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയാണ്. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ, കേരളത്തിൽ, നമ്മൾ പറയും കേരളത്തിൽ നമ്മൾ താമസിക്കുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്, ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ്. ഒന്നുമല്ല, ഇന്ത്യയിൽ ഏറ്റവും നമ്മൾ പേടിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നാടാണ്. കാരണം തീവ്രവാദികൾക്ക്, ഭീകരവാദികൾക്ക് ഏറ്റവും സേഫ് ആയിട്ട് കഴിയാൻ സാധിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം അത് കേരളമാണ്. പഹൽഗാമിലെ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഈ പറയണ പോലെ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലെ ഒരു വനിതയാണ് അവരുടെ ഹസ്ബൻഡിന് ഇതുപോലെ കലിമ ചൊല്ലാനായിട്ട് ആവശ്യപ്പെട്ടു. ആള് കലിമ ചൊല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ആളെ വെടിവെക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യം അവരുടെ അനുഭവം, അവർ നേരിട്ട് കണ്ട, അവർ സ്വയം അനുഭവിച്ച ഒരു അനുഭവത്തെ പറ്റിയിട്ട് മീഡിയയ്ക്ക് മുന്നിൽ പറയാണ്. അങ്ങനെ പറയുന്ന സമയത്ത് എടുത്തിരിക്കുന്ന ഒരു റീലാണ്. ആ റീല് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പേജ്, അതിന്റെ അടിയിലാണ് ആള് വന്നിട്ട് ഇത്തരത്തിൽ കമന്റ് ചെയ്യണം. അതായത് ഇന്ത്യൻ ആർമി അങ്ങോട്ട് പോയി ചൊറിഞ്ഞു, തിരിച്ച് പാകിസ്ഥാൻ തിരിച്ചടിച്ചെണ്ണാക്കി കിട്ടി, അങ്ങനെ തന്നെയാണ് ആള് കമന്റ് ചെയ്തേക്കണത്. അപ്പൊ ആള് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകനാണ്. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുകയും അതിലെ ടീനേജേഴ്സിനെ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവർക്കിടയിൽ ഇതുപോലുള്ള തീവ്രവാദപരമായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദപരമായിട്ടുള്ള ആന്റി നാഷണലിസം അവർക്കിടയിൽ പ്രചരിപ്പിക്കുകയാണ് ഇയാളുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി. ആള് പറയണത് ആള് ഡൽഹിയിലാണ് പഠിച്ചത്. ആ സമയത്തും ഇതേ കാര്യങ്ങൾ തന്നെ ഇയാള് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആളെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ആളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ 2-3 ദിവസമായിട്ട് NIAക്ക് വേണ്ടിയിട്ട് ചായയും കാപ്പിയും റെഡിയാക്കി ഇരിക്കുകയായിരുന്നു, ചായയും കാപ്പിയൊക്കെ ആറിപ്പോയി, ഇനിയെങ്കിലും NIA വരുവോടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കളിയാക്കണം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആളെ അറസ്റ്റ് ചെയ്യണതും ഇപ്പൊ ജയിലിൽ റിമാൻഡ് ചെയ്തതും ഒക്കെ. നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമാനമായ സാഹചര്യം വന്ന സമയത്ത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് നിരവധി ആളുകൾ ഇന്ത്യൻ സൈന്യത്തിനെതിരെയും നമ്മുടെ രാജ്യത്തിനെതിരെയും വളരെ മോശമായിട്ടുള്ള രീതിയിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില കമന്റുകളൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് യുവമോർച്ചയുടെ പ്രവർത്തകയായിട്ടുള്ള അദീന ഭാരതി എന്ന് പറയുന്ന ഒരു സഹോദരി, അവര് ഇതുപോലെ ഇന്ത്യക്കെതിരെ കമന്റ് ചെയ്ത 2 ചെറുപ്പക്കാർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇപ്പോൾ നടപടി വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദീന ഭാരതിയോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അദീന, നമസ്കാരം. നമസ്തേ. അദീന, ഇപ്പോ പാകിസ്ഥാൻ അനുകൂലമായിട്ട് കമന്റുകൾ ചെയ്യുന്ന, സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് ഇതുപോലെ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. ഇവർക്കൊക്കെ തീവ്രവാദ സംഘടനകളുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകാം എന്ന് സംശയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോ ഇതിനെതിരെ അദീന നടപടി എടുത്തിരിക്കുകയാണ്. 2 പേർക്കെതിരെ കേസ് അവർക്കെതിരെ വന്നിട്ടുണ്ട്, ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. എങ്ങനെയായിരുന്നു സാഹചര്യം? അത് ആദ്യം നമ്മൾ മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്തിരുന്ന ഒരു കമന്റിനെതിരെയാണ് നമ്മൾ ആദ്യം കൊണ്ട് കേസ് കൊടുത്തത് നമ്മൾ തൊടുപുഴ DYSP ഓഫീസിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. അവർ നമ്മുടെ മുക്കം സ്റ്റേഷനിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യും. അവിടെ നിന്നാണ് പിന്നീട് ഈ കാര്യങ്ങളെല്ലാം അവരാണ് അത് അന്വേഷിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തതും. അതിനുശേഷം നമ്മൾ മുഹമ്മദ് നസീം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതേപോലെ തന്നെ പലയിടങ്ങളിലും കൊണ്ടുപോയിട്ട് കമന്റ് ചെയ്യാണ്. അതായത് അവർക്ക് ഭയങ്കര ധൈര്യമാണ്, അവരെ സംരക്ഷിക്കാൻ ആളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പൊ ആദ്യം കമന്റ് ചെയ്ത മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് ആളുകൾ ചെന്ന് അന്വേഷിച്ച സമയത്ത് അവന്റെ കുടുംബം വളരെ പാവപ്പെട്ട വീടാണ്. അപ്പൊ അവർ കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവനെ സൗദിയിലേക്ക് പറഞ്ഞു വിട്ടത്. ആള് നിലവിൽ ഇപ്പൊ നാട്ടിലില്ല, സൗദിയിലാണുള്ളത്, മലപ്പുറം സ്വദേശിയാണ്. പക്ഷെ രണ്ടാമത്തെ ആള് ഈ നസീം എന്ന് പറയുന്ന വ്യക്തി, അയാൾക്കെതിരെ നമ്മളൊരു 5-6 പേര് കേരളത്തിന്റെ പലയിടങ്ങളിൽ നിന്നായിട്ട് കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അത് സൈബർ സെല്ലിനായാലും DGPക്ക് നേരിട്ടു, അല്ലാതെ NIAക്ക് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല കംപ്ലൈന്റുകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നമ്മൾ ഒരു 5-6 പേര് കണ്ടിന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇടുക്കി സൈബർ സെല്ലിൽ നിന്നാണ് നടപടി ഉണ്ടായേക്കണേ. അപ്പം നിലവിലിപ്പം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അവനെതിരെ കേസ് എടുത്തതും അറസ്റ്റ് ചെയ്തതും എല്ലാം. ശേഷം മുട്ടം കോടതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ആള് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകനാണ്.
സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുകയും അതിലെ ടീനേജേഴ്സിനെ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവർക്കിടയിൽ ഇതുപോലുള്ള തീവ്രവാദപരമായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദപരമായിട്ടുള്ള ആന്റി നാഷണലിസം അവർക്കിടയിൽ പ്രചരിപ്പിക്കുകയാണ് ഇയാളുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി. ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത തെറ്റില് അത് തെറ്റാണ് എന്നുള്ളൊരു ബോധ്യമുള്ള ആളോ അല്ലെങ്കിൽ ചെയ്ത തെറ്റില് ഒരു തുള്ളിയെങ്കിലും ക്ഷമ ചോദിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു പശ്ചാത്താപമുള്ള ആളല്ല. ആൾക്ക് വളരെ നന്നായിട്ട് അറിയാം ആൾ എന്താണ് ചെയ്തതെന്നുള്ള പൂർണ്ണമായ ധാരണ ആൾക്കുണ്ട്. അയാളൊരു സൈക്കോളജിസ്റ്റ് ആണ്. പക്ഷെ ഇപ്പോഴും സ്റ്റിൽ ആള് പറഞ്ഞ ആ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറണില്ല. അപ്പം ഇവരൊക്കെ നമ്മൾ ഇവരുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവർ തിരിച്ചു തന്നെ റിപ്ലൈ എന്ന് പറയണത്, ഇപ്പൊ സോഷ്യൽ മീഡിയ കൂടി ആണെങ്കിലും അല്ലാതെ നേരിട്ടാണെങ്കിലും ഇവർ തരുന്ന റിപ്ലൈ എന്ന് പറയണത് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ. ആള് പറയണത് ആള് ഡൽഹിയിലാണ് പഠിച്ചത്. ആ സമയത്തും ഇതേ കാര്യങ്ങൾ തന്നെ ഇയാള് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആളെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ആളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ 2-3 ദിവസമായിട്ട് NIA-ക്ക് വേണ്ടിയിട്ട് ചായയും കാപ്പിയും റെഡിയാക്കി ഇരിക്കുകയായിരുന്നു. ചായയും കാപ്പിയൊക്കെ ആറിപ്പോയി, ഇനിയെങ്കിലും NIA വരുവോടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കളിയാക്കണം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആളെ അറസ്റ്റ് ചെയ്യണതും ഇപ്പൊ ജയിലിൽ റിമാൻഡ് ചെയ്തതും ഒക്കെ. അത് ഈ സോഷ്യൽ മീഡിയ വഴി തന്നെ ഇയാൾ പറഞ്ഞിരുന്നാണോ? അതെ, കമന്റ് ചെയ്തിരുന്നതാണ്. അതായത് ആൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പല ഇൻഫ്ലുവൻസേഴ്സും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇട്ടിരുന്ന വീഡിയോകൾക്ക് അടിയിൽ വന്ന് ആള് കമന്റ് ചെയ്യണതാണ് ഇങ്ങനെ. ഈ കമന്റ് ചെയ്ത വിഷയം എന്തായിരുന്നു? അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഓർമ്മയുണ്ടോ? അത് ഈ പഹൽഗാമിലെ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഈ പറയണ പോലെ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലെ ഒരു വനിതയാണ്. അവരുടെ ഹസ്ബൻഡിന് ഇതുപോലെ കലിമ ചൊല്ലാനായിട്ട് ആവശ്യപ്പെട്ടു. ആള് കലിമ ചൊല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ആളെ വെടിവെക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യം അവരുടെ അനുഭവം, അവർ നേരിട്ട് കണ്ട അവർ സ്വയം അനുഭവിച്ച ഒരു അനുഭവത്തെ പറ്റിയിട്ട് മീഡിയയ്ക്ക് മുന്നിൽ പറയാണ്. അങ്ങനെ പറയുന്ന സമയത്ത് എടുത്തിരിക്കുന്ന ഒരു റീലാണ്. ആ റീല് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പേജ്, അതിന്റെ അടിയിലാണ് ആള് വന്നിട്ട് ഇത്തരത്തിൽ കമന്റ് ചെയ്യണം. അതായത് ഇന്ത്യൻ ആർമി അങ്ങോട്ട് പോയി ചൊറിഞ്ഞു, തിരിച്ച് പാകിസ്ഥാൻ തിരിച്ചടിച്ചെണ്ണാക്കി കിട്ടി. അങ്ങനെ തന്നെയാണ് ആള് കമന്റ് ചെയ്തേക്കണത്. അപ്പൊ അതിന് അഗേൻസ്റ്റ് ആയിട്ട് ആളുടെ കമന്റിന്റെ ഇടയിൽ വരുന്ന പല റിപ്ലൈസിനും ആള് ഭയങ്കര ധാർഷ്ട്യത്തോടു കൂടിയാണ് റിപ്ലൈ കൊടുക്കുന്നത്. അതായത് ഇനിയും കിട്ടും, ഇന്ത്യൻ ആർമി അങ്ങോട്ട് പോയി കൊന്നിട്ടല്ലേ, ഇവിടെ മരിച്ചത് വെറും 26 പേരല്ലേ, അവരുടെ 50,000 പേരെ നമ്മൾ കൊന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ആളുകളെ കൊല്ലാനുള്ള എല്ലാ അധികാരവും അവിടുത്തെ ആളുകൾക്ക് ഉണ്ട് എന്നുള്ള രീതിക്കാണ് ആള് സംസാരിക്കുന്നത്. ഇപ്പൊ ഇവര് പരസ്യമായിട്ട് പാലസ്തീന് വേണ്ടി വലിയ രീതിയിൽ വാദിക്കുന്ന ആളുകളാണ്. ഇന്ത്യ മഹാരാജ്യത്തെക്കാൾ കൂടുതൽ പാലസ്തീനെ സ്നേഹിക്കുന്ന ആളുകളാണെന്നുള്ള ഒരു ധാരണയിലാണ് സംസാരിക്കുന്നത്. അതെ, ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം, നിങ്ങൾ രാഷ്ട്രീയമോ വേറെ ഒന്നും നോക്കണ്ട. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിക്കുക. ആ സമയത്ത് ഇതുപോലെ പാകിസ്ഥാന് വേണ്ടിയിട്ട് കരയുന്ന ആളുകൾ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ തീവ്രവാദികൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു 27 മാവോയിസ്റ്റുകളെ കൊന്നു. ആ മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന CPIM എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഈ പറയുന്ന തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടിയിട്ടും മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടും ഭീകരവാദികൾക്ക് വേണ്ടിയിട്ടും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്ത് ഇൻസ്റ്റഗ്രാമിലൂടെയും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും കൂടിയും വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുടെ പ്രൊഫൈൽ എടുത്ത് ചെക്ക് ചെയ്യണ സമയത്ത് എല്ലാവരിലും, ഞാൻ മതമല്ല പറയുന്നത്, എല്ലാവരിലും ഇപ്പൊ ചില ആൾക്കാർ പറയും ഇവരെല്ലാവരും ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെയല്ല, ഒരിക്കലും അല്ല. ഈ ചെയ്യുന്ന ആളുകളുടെ എല്ലാം ഇൻസ്റ്റാഗ്രാം എടുത്ത് പ്രൊഫൈൽ പരിശോധിക്കുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടാവുക ഒരു തണ്ണിമത്തനായിരിക്കും. ഒരു തണ്ണിമത്തനോ അല്ലെങ്കിൽ പാലസ്തീന്റെ കൊടിയോ ആയിരിക്കും. ഇതാണ് വിഷയം. അപ്പൊ ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗമല്ല. ഇങ്ങനെയുള്ള മെന്റാലിറ്റി ഉള്ള ആളുകള് എല്ലാ വിഭാഗത്തിലുണ്ട്. ഇപ്പൊ ഹിന്ദുസ് ആയിക്കോട്ടെ, ഇങ്ങനെ കമന്റ് ചെയ്യുന്ന ഇഷ്ടംപോലെ ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അവരുടെ എല്ലാം ആശയം എന്ന് പറയുന്നത് ഒരു പരിധി വരെ, ഒരു 99% വരെ ഇവരെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് നല്ല ബന്ധമുള്ള ആളുകളായിരിക്കും. അല്ലെങ്കിൽ ഈ പറയണ പോലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോ SDP-യുടെ പ്രവർത്തകരോ ഒക്കെ ആയിരിക്കും. ഇവരുടെ എല്ലാം പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സാധനം ഈ പാലസ്തീന്റെ പതാകയും തണ്ണിമത്തനും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോ ഈ ആദ്യം പരാതി കൊടുത്ത സനൂഫ് എന്ന് പറയുന്ന മലപ്പുറം സ്വദേശി, ഈ പറയുന്ന വ്യക്തിയുടെ ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരിനെ മോചിപ്പിക്കുമെന്നുള്ള രീതിയിലേക്കായിരുന്നു അല്ലെ? ഇതിനോടുള്ള ഒരു പ്രതികരണങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലായിരിക്കണമെന്നാണ് അദീന ആഗ്രഹിക്കുന്നത്? ജമ്മു കാശ്മീർ എല്ലാ കാലത്തും ഭാരതത്തിൻ്റെതാണ്. അത് ഭാരതത്തിന്റെ
ഏറ്റവും ഉയർന്ന ഭാഗത്ത് ഭാരതത്തിന്റെ ഒരു കിരീടം പോലെ ശോഭിക്കുന്ന നമ്മുടെ ജമ്മു കാശ്മീരാണ്. അപ്പൊ ജമ്മു കാശ്മീർ നമ്മുടേതാണ് എന്നുള്ള വികാരം ഇന്ത്യയിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലെ ജനങ്ങൾക്ക് വേണം. ജമ്മു കാശ്മീരിലെ സാധാരണ ജനങ്ങളുടെ ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് നിലവിൽ നമ്മുടെ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ജമ്മു കാശ്മീരിൽ ഇത്രയേറെ വികസനങ്ങൾ ഉണ്ടാവും. പണ്ടത്തെക്കാളും അവിടെ ഭീകരാക്രമണങ്ങളൊക്കെ കുറഞ്ഞു വരികയും ചെയ്യണം. നിങ്ങളിപ്പോ അവിടെ ചെന്നിട്ട് അവിടുത്തെ യൂത്തിനോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ കൂടുതൽ യൂത്ത് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ജമ്മു കാശ്മീരിൽ. അവരുടെയൊക്കെ പ്രൊഫൈലുകൾ എടുത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവരിത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ടാണ് ജമ്മു കാശ്മീരിന് ശരിക്കും മാറ്റങ്ങൾ വന്നത്, അവിടെ വികസനം വന്നത്. അവിടുത്തെ ആളുകൾക്ക് പേടിയില്ലാതെ ഉറങ്ങാൻ പറ്റിയ ഒരു 10 വർഷമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടാവുന്നതല്ല, അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളുടെ ഇടയിൽ പേടിയില്ലാതെ ഉറങ്ങിയ ഒരു 10 വർഷമാണ് ഈ കഴിഞ്ഞ 10 വർഷം എന്ന് അവിടുത്തെ ആളുകൾ തന്നെ പറയുന്നത്, ഞാൻ പറയണതല്ല. അപ്പൊ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് നമ്മുടെ നാട് ഈ പറയുന്ന ജമ്മു കാശ്മീരിനെയും അവിടുത്തെ ജനതയെയും ഒക്കെ ഒരു സംരക്ഷണ വലയത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ അതിനൊപ്പം നിൽക്കണം. ജമ്മു കാശ്മീർ നമ്മുടേതാണെന്നുള്ള പൂർണ്ണബോധ്യം നമുക്ക് വേണം. അല്ലാതെ ആരെങ്കിലും ഒക്കെ വന്ന് അത് അയാൾ പറയണതാണ് രസം, ജമ്മു കാശ്മീർ ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് പിടിച്ചടക്കും, അങ്ങനെ ഒരു ദിവസം വരും, ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു യുദ്ധം വരുന്ന സമയത്ത് ഇന്ത്യയിലെ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളെ മാത്രം മാറ്റി നിർത്തി ബാക്കി എല്ലാവരെയും ഞങ്ങൾ കൊല്ലും എന്നാണ് അയാൾ ആ കമന്റിൽ പറയണത്. വളരെ വ്യക്തമായിട്ട് അയാളിപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് പോലെയോ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ പോലെയോ പറയണതാണെങ്കിൽ ഓക്കെ, ഇതല്ല, അയാൾ അത് ചെയ്യും. അല്ലെങ്കിൽ അയാളുടെ കൂട്ടത്തിലുള്ളവരാണ് ഇതൊക്കെ ഈ ചെയ്യുന്നതല്ല എൻ്റെ ആളുകളാണ് അല്ലെങ്കിൽ സ്വന്തം ആളുകളാണെന്നുള്ള രീതിക്കാണ് ഈ സനൂഫ് എന്ന് പറയുന്ന വ്യക്തി കമന്റ് ചെയ്തിരിക്കുന്നത്. ആ കമന്റ് ഒക്കെ കാണുന്ന സമയത്ത് സത്യം പറയാൻ നമുക്ക് ഒരു ദേഷ്യം, വെറുപ്പ് എന്നുള്ളതിനപ്പുറത്തേക്ക് സത്യം പറയാൻ നമുക്ക് പേടിയാണ്. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ കേരളത്തിൽ നമ്മൾ പറയും കേരളത്തിൽ നമ്മൾ താമസിക്കുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്, ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ്. ഒന്നുമല്ല, ഇന്ത്യയിൽ ഏറ്റവും നമ്മൾ പേടിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നാടാണ്. കാരണം തീവ്രവാദികൾക്ക്, ഭീകരവാദികൾക്ക് ഏറ്റവും സേഫ് ആയിട്ട് കഴിയാൻ സാധിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം അത് കേരളമാണ്. അത് കേരളത്തിലെ നിങ്ങൾക്ക് നേരിട്ട് പരിചയമുള്ള ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനോടോ NIA ഉദ്യോഗസ്ഥരോടോ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് ഇതൊന്നും പുറത്ത് മേ ബി പറയണ്ടാവില്ല. പക്ഷെ കൂടുതൽ നമ്മൾ ഈ പോലീസുകാരായിട്ട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളായിട്ട് നിങ്ങൾ കൂടുതൽ ഇടപഴകുന്ന സമയത്ത് ഇപ്പൊ NIA തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് ഒഫീഷ്യലായിട്ട്, കേരളമാണ് ഭീകരവാദികൾക്ക് ഏറ്റവും വളക്കൂറുള്ള മണ്ണെന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നാട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പേടിക്കുക തന്നെ വേണം. ഇപ്പോൾ അവസാനമായിട്ട് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ കേരളത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന നിരോധിത ഭീകരവാദ പ്രസ്ഥാനം, അതിൻ്റെ ആയിരക്കണക്കിന് പ്രവർത്തകർ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അവരിതാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. സാധാരണ പോപ്പുലർ ഫ്രണ്ടിനെ മാത്രം ആണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഭീകരവാദം എന്നുള്ളത് പറയുമ്പോഴും ഇതിന് സമാനമായിട്ടുള്ള മറ്റ് സംഘടനകളും ഇവിടെ നിരവധി പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗം തന്നെയാണല്ലോ അവസാനം ഈ അറസ്റ്റ് ചെയ്ത ഈ ചെറുപ്പക്കാരൻ. ഈ അവസാനം അറസ്റ്റ് ചെയ്ത ആള് ഈ പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനാണ്. അയാള് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ നിരന്തരമായിട്ട് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്ന ആളാണ്, സൈക്കോളജിസ്റ്റ് ആണ്. ആദ്യം ഈ പറയുന്ന പോലെ കേസ് വന്ന മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന വ്യക്തി കുടുംബപരമായിട്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ്. അപ്പം ഇതെല്ലാം കൂട്ടി വായിക്കുന്ന സമയത്ത് കേരളത്തിലുള്ള ആളുകൾ എന്തുകൊണ്ട് ഇത് പറയാനായിട്ട് ധൈര്യപ്പെടുന്നു? ഒറ്റൊരു കാര്യം, ഈ രണ്ട് സംഘടനകളും ഈ രണ്ട് വ്യക്തികളെയും പുറത്താക്കാനായിട്ട് തയ്യാറാകാത്തതിന്റെ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കൂ. അതെ, നമുക്കിപ്പം കേന്ദ്ര ഗവൺമെന്റിനാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റിനാണെങ്കിലും ഒരു കൃത്യമായ എവിഡൻസോ കാര്യങ്ങളോ ഇല്ല. അതിപ്പോ PFI നിരോധിച്ചതുപോലെ പെട്ടെന്ന് ഒരു സമയത്ത് നിരോധിക്കാനായിട്ട് സാധിക്കില്ല ഈ പറയുന്ന സംഘടനകൾ. പക്ഷെ നമ്മള് ലോകത്ത് മുഴുവനും നിരോധിക്കപ്പെട്ടിട്ടുള്ള നിലവിൽ ഇപ്പൊ നിരോധിക്കപ്പെട്ടിട്ടുള്ള തീവ്രവാദ സംഘടനകളെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ട് ഒരു ഫീച്ചർ ഉണ്ട്. അത് ഇല്ലെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതിപ്പോ നിങ്ങൾ ഇനിയിപ്പോ എത്ര മതേതരത്വം വാഴ്ത്തിപ്പാടി എന്തൊക്കെ ഇതാന്ന് പറഞ്ഞാലും ലോകത്ത് നിരോധിക്കപ്പെട്ടിട്ടുള്ള എല്ലാ തീവ്രവാദ സംഘടനകളുടെയും മെയിൻ ആയിട്ടുള്ള ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതൊരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ആണത്. അതല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ നടപടി എടുക്കാനുള്ള യാതൊരുവിധ സാഹചര്യവും ഇല്ല. നിലവിൽ ഇപ്പൊ സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അതായത് ഇപ്പൊ ഈ പറയണ പോലെ ഇപ്പൊ ഇങ്ങനെ ഒരാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കംപ്ലൈന്റ് കൊണ്ട് ഫയൽ ചെയ്തു എന്ന് വിചാരിക്കാം. നെക്സ്റ്റ് ടൈം ഇതേപോലെ ഒരാൾക്ക് ഞാനൊരു രണ്ട് തവണയായി 3 തവണയായി കഴിയുമ്പോൾ പോലീസുകാർക്ക് തന്നെ തോന്നും ഇതെന്ത് ഇവക്ക് വേറെ പണിയില്ലേ എന്ന് തോന്നും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലൈന്റുകൾ കൊടുക്കുന്ന സമയത്ത് അവർ ആ കംപ്ലൈന്റുകൾ എടുക്കുന്ന രീതി അല്ലെങ്കിൽ അതിനോട് കാണിക്കുന്ന സമീപനം കുറച്ചുകൂടി മിതപ്പെടും.
അപ്പോൾ അങ്ങനെയല്ലാതെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ കേരളത്തിലെ യുവാക്കള് അവര് രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇതുപോലെ കംപ്ലൈന്റുകൾ ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ ഇവർക്കെതിരായിട്ടുള്ള പോരാട്ടം നമ്മൾ നിരന്തരമായിട്ട് ചെയ്യണം. കാരണം PFI എന്ന് പറയുന്ന ഒരു സംഘടന പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിരോധിക്കപ്പെട്ടതല്ല. അത് നമ്മൾ ഒരുപാട് സംഘടനകൾ, ഇപ്പോൾ BJP പോലുള്ള RSS പോലുള്ള ഒരുപാട് സംഘടനകളുടെ കുറേ വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് PFI പോലുള്ള തീവ്രവാദ സംഘടനകൾ ഇവിടെ നിരോധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഇന്ത്യൻ സിറ്റിസൺസ് എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഇതിനു വേണ്ടിയിട്ട് പ്രതികരിക്കുക എന്ന് പറയുന്നത്.